ഗുണമണിയായ റസൂലുള്ള തണ്ണിപ്പകരും ഗുരുനൂറുള്ള ഇഹപരനബിയം ഹബീബുള്ള ഇറയോൻ്റെ കനിയെ സ്വല്ലല്ലാ. ഇത് പല ടൈപ്പ് ഓഡിയൻസ് ഉണ്ടായിട്ടില്ലേ? എന്ന് വെച്ചാൽ കല്യാണ ഫംഗ്ഷന് പോകാറുണ്ട്, അല്ലാത്ത സ്റ്റേജ് ഷോയ്ക്ക് പോകാറുണ്ട്, ഇപ്പം പറഞ്ഞതുപോലെ കോളേജിലൊക്കെ പോകുന്ന ആദ്യമായിട്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഓഡിയൻസിനാണ് ഇതൊക്കെ കുറച്ചും കൂടി ഇഷ്ടമായത്? എല്ലാ ഓഡിയൻസിനും ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് കോളേജ് കുട്ടികളെ മാത്രം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞങ്ങളെ പാട്ടിലേക്ക് ഇവിടം വരെ എത്തിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ മാറ്റി നിർത്തിച്ചിട്ട് എനിക്ക് കോളേജ് കുട്ടികൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ കുട്ടികളിൽ മാത്രം ഒതുങ്ങിപ്പോവും എല്ലാവരും. പക്ഷേ കോളേജ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ചെറിയ പ്രായമല്ലേ, അവരൊരു അടിച്ചു പൊളിക്കുന്ന സമയമല്ലേ. അവിടെ ഓരോരോ കോളേജിൽ പോയി കഴിഞ്ഞാലും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അവർ സഹോദരി സഹോദരന്മാരെ പോലെ ഒരുപോലെ നിന്നിട്ട് ഒന്നായിട്ട് ആടി തിമിർക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ആഗ്രഹം. നമ്മളതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. സ്റ്റേജിൽ കയറി നമ്മളങ്ങ് ആള് മാറും. ഡാൻസ് അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും പാട്ട് പാടുമ്പം കയറുമ്പം തന്നെ കാലും കേക്ക് വെറുക്കും, ഇപ്പോഴും വെറുക്കും, പേടിയാണ്. ഒരു പാട്ടങ്ങ് പാടിക്കഴിഞ്ഞാലും ഒന്ന് ലെവലാവുള്ളൂ. പക്ഷേ കോളേജ് കുട്ടികളുടെ അടുത്ത് എത്തുമ്പോൾ എന്തോ ഒരു ധൈര്യമാണ്. ആ കുട്ടികളെ തന്നെ നമുക്ക് ധൈര്യം തരുന്നത്. അവർ ഇറങ്ങുമ്പം തന്നെ കാറിലും കൊണ്ടുവന്ന് ഓപ്പൺ കാറിലൊക്കെ കൊണ്ടുപോകുക, നല്ല രസമാണ്.